ഈ തിരക്കഥ എഴുതുമ്പോഴേ ഭഗതായിരുന്നോ മനസ്സിൽ? ആയിരുന്നു. ഭഗത് എന്ന നടൻ്റെ സിനിമ കൂടിയാണിത് ശരിക്കും പറഞ്ഞു. നടൻ്റെ കൂടിയല്ല, നടൻ്റെ തന്നെ സിനിമയാണ്. അതെ, സംവിധായകൻ വേണുവിൻ്റെ സിനിമയാണെങ്കിൽ പോലും. ഇതിൻ്റെ ലൈഫ് ലൈൻ എന്ന് പറയുന്നത് ഫഹദാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു പേഴ്സണാലിറ്റി ബേസ്ഡ് സിനിമയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ആ പേഴ്സണെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആക്ടർക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് വരും. എന്നാൽ പോലും ഇതിങ്ങനെ ഹോൾഡ് ചെയ്യാൻ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ജോലിയാണ്. ആ ജോലി എനിക്ക് തോന്നുന്നില്ല ഇതിൽ നന്നായിട്ട് വേറെ ആരെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. ആരെയും ആലോചിച്ചിരുന്നില്ല പകതല്ല? ഞാൻ ആ കൊച്ചുറവൻ ചേട്ടനെ ആലോചിച്ചിരുന്നു ആദ്യം എഴുതുമ്പോൾ തന്നെ. ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ ഞാൻ സിബി സെബാസ്റ്റ്യൻ്റെ കാര്യത്തിൽ വേറെ ആരെയും ആലോചിച്ചില്ല? ഞാൻ ആദ്യം ആരെയും ആലോചിച്ചിട്ടില്ലായിരുന്നു. ഫഹദ് എൻ്റെ അടുത്ത് ഇതാദ്യം നമ്മൾ ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ ഈ ഐഡിയ പറഞ്ഞപ്പോഴത്തേക്കും ഫഹദ് വളരെ സന്തോഷമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഫഹദിന് പെട്ടെന്നൊരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടായി. ഒരു കൊല്ലത്തോളം ഫഹദ് പടങ്ങളൊന്നും ചെയ്യായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഞാനൊന്ന് മാറി നിൽക്കാൻ പോകണം, എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്, എനിക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കണം, അതുകൊണ്ട് പിന്നെ ചേട്ടനൊരു കാര്യം ചെയ്യും, ഒന്നിൽ വേറെ ആരെങ്കിലും വെച്ച് ഇത് ആലോചിക്കുക, അല്ലെങ്കിൽ വേറൊരു പടം ചെയ്യും, അത് കഴിഞ്ഞിട്ട് നമുക്കിത് ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനിത് രണ്ടും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഫഹദ് വീണ്ടും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ചേട്ടാ പടം ചെയ്യാൻ ഇപ്പോഴും ഇൻട്രസ്റ്റ് ഉണ്ടോ അതോ കളഞ്ഞോ എന്ന് ചോദിച്ചു. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമുക്ക് ചെയ്താലോ എന്ന് ചോദിച്ചു. ഞാൻ ചെയ്യാതെ സന്തോഷം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അത് വീണ്ടും റിവൈവ് ചെയ്തത്. അപ്പോൾ അതിന് ഒരു 1.5 കൊല്ലത്തെ ഗ്യാപ്പ് എടുത്തതിന്